ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. ആലപ്പിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒപ്പം ഉള്ള നമ്മുടെ റിലേറ്റീവായിട്ടുള്ള സുപ്പും ഫാമിലിയാണ്. ഞാനാണ് സുപ്പു എന്നാണ് വിളിക്കാറ്. ശരിക്കും പേര് അവൻ്റെ ജിഷ്ണു എന്നാണ്. ഞാൻ അവൻ്റെ ഫാമിലി ഉണ്ട്. ഞങ്ങളങ്ങനെ നേരെ വിട്ടു ആലപ്പുഴയിലേക്ക്. ഇപ്പോൾ എറണാകുളമായിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം പിന്നെ ചെറുനാരങ്ങയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ ഒരു ടെൻഡൻസി ആയി തുടങ്ങി. അങ്ങനെ നേരെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി റിസോർട്ട് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വിജയദശമിയുടെ ഇതായതുകൊണ്ട് അത്യാവശ്യം ഗസ്റ്റുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റിസോർട്ടിൽ വിളിച്ച് വെച്ചപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തു. നമ്മുടെ റൂമാണ്, നമ്മൾ 2 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിന് ഏകദേശം 2000 റുപ്പീസാണ് വരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല. റൂം കാര്യങ്ങളൊന്നും അതിൽ ഇൻറ്റീരിയർ ആയാലും നല്ല തന്നെയായിരുന്നു അറ്റ്മോസ്ഫിയർ. പിന്നെ നമ്മൾ നേരെ വിട്ടത് ബോട്ട് ജെട്ടിയിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ശിക്കാരി എടുത്തു. നമ്മൾ 2 ഫാമിലിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവർ പെർ ഹെഡ് 250 ആണ് തന്നത് 1 അവറിന്. അങ്ങനെ നമ്മൾ 3 അവർ എടുത്തു. ഏകദേശം 3000 റുപ്പീസ് ആയിട്ടുണ്ട് നമുക്ക്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു റൈഡ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. നമ്മുടെ വണ്ടി ഓടിച്ചു വരുന്ന ആളായാലും നല്ലൊരു കമ്പനിയായിരുന്നു. ആൾ ഇവിടുത്തെക്കാരൻ തന്നെയാണെന്ന് ആലപ്പുഴ. പിന്നെ നമുക്ക് ആൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ ചെറിയ കായലുകളാണ്, കനാലുകൾ എന്ന് പറഞ്ഞു ആൾ. കൂടുതൽ ഇവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അങ്ങനെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായലിൽ സെൻട്രലിലാണ് പോയിട്ട് കയറാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടക്കം സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ തന്നെ കയറി വന്നോറും നമ്മുടെ ഇടയിൽ കൂടെയൊക്കെ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ പിന്നെ 2 കുട്ടികളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമ്മൾ പിന്നെ റിസ്ക് എടുക്കാമെന്നില്ല. എങ്ങാനും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ കായലാണെങ്കിൽ അങ്ങനെ വിശാലമായി കിടക്കുകയാണ്. പുന്നമട കായൽ എന്നൊക്കെ ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കായലിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് വിശപ്പ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ആൾ സൈഡിലേക്ക് നിർത്തി. അപ്പോൾ നമ്മൾ കഴിച്ചത് കക്കിറച്ചിയും താറാവും പിന്നെ പൊടിമീനായിരുന്നു. പിന്നെ നല്ല നാടനുമാണ്. പിന്നെ നല്ല മീൻകറിയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല ഷാപ്പിലെ കറി പോലെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ആൾ ചോദിച്ചു ജസ്റ്റ് വണ്ടി ഓടിക്കണ്ടോന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചൊന്ന് വണ്ടി ഓടിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടൊരു എക്സ്പീരിയൻസ്. സംഭവം അത് ഓടിക്കേണ്ടത് ഓപ്പോസിറ്റിലാണ് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് റൈഡ് ചെയ്തു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ബോട്ടുള്ളവരാണ്. ഇതൊക്കെ ദ്വീപുകളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞാണ് പോകുന്നത് അവർ. അങ്ങനെയൊക്കെ ആൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ നേരെ നമ്മളെ സുപ്പുവിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ധാർമ്മിക് ദേവിൻ്റെ 4th ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് അവിടെ തന്നെ ഒരു ബേക്കറിയിൽ കയറി. അങ്ങനെ നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ വിചാരിച്ചത് ബീച്ചിലാണ്. നമ്മൾ ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു. നമ്മൾ ഓൾമോസ്റ്റ് 5:30 ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ തന്നെ. കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ എത്തുമ്പോൾ 6 മണിയായി. ഇപ്പോൾ സൺസെറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഇരുട്ടും തിരമാലയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൈഡുകൾ പറഞ്ഞു കടലിറങ്ങാൻ പറ്റില്ല, പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല വിചാരിച്ച് ഞങ്ങൾ പിന്നെ കയറി നിന്നു. അപ്പോഴാണ് അവിടെ ഒരു ബജിക്കട ഞങ്ങൾ കണ്ടത്. പിന്നെ നേരെ ബജി കഴിക്കാമല്ലോ വിചാരിച്ച് ഞങ്ങൾ ബജിക്കടയിൽ പോയി. പിന്നെ നേരെ റൂമിൽ കയറി. പിന്നെ നമ്മൾ റിസോർട്ടിൽ വന്ന് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ധാർമ്മിക് ദേവ് പോക്കോട്ടിനാണെങ്കിൽ പിടിച്ച് വലിക്കണ്ടായിരുന്നു. പോക്കോട്ടിന് ഹാപ്പി ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് നൈസായിരുന്നു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് ആയപ്പോൾ ഇങ്ങനെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ലൈറ്റിംഗ് ആയിരുന്നു. പിന്നെ പോക്കോട്ടനും അമ്പാടി ആണെങ്കിൽ പിന്നെ അവിടെ ചാടിക്കളി. പിന്നെ കേക്ക് കാര്യങ്ങളൊക്കെ അവർ കാലിൻ്റെ ഇടയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഭക്ഷണം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫും ചില്ലി ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. നൈസായിരുന്നു. പിന്നെ പോക്കോട്ടനും അമ്പാടിയും പിന്നെ ഓടിക്കളി തുടങ്ങി അതിൻ്റെ ഉള്ളിൽ. വേറെയും ഫാമിലീസ് അപ്പുറത്തുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരെ പിടിച്ച് നിർത്തി